പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിറ്ററേച്ചർ ഇൻ അറബിക്കിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ ബി ആണ്. അജബ ആൻഡ് ഹംസത്ത് മിൻ അസ്ലത്തിൽ ആത്തിയ ഹസ്ബുൽ ഇർഷാദാത്ത്. നിർദ്ദേശങ്ങൾ അനുസരിച്ച് താഴെ തന്ന ചോദ്യങ്ങൾക്ക് 5 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ആദ്യത്തെ റത്തിബിൽ കലിമാത്തിൽ ആത്തിയ, ശേഷം തന്ന കലിമത്തുകളെ ക്രമത്തിലാക്കാനാണ്. ഖൗമുൻ യകൂനു ലാ ഖൈറൻ അസ മിൻ യസ്ഖർ മിൻഹും അൻ ഖൗമിൻ. അപ്പം ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസ അൻ യകൂന ഖൈറൻ മിൻഹും എന്നാണ് അതിൻ്റെ തർത്തീബായ ക്രമം. ഖുർആൻ ആയത്താണ്. അപ്പോൾ 17ാമത്തത് യഅനീഹി ഹുസ്നു തർക്കിഹി ലാ മർഅ മാ ഇസ്ലാം മിൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ മിൻ ഹുസ്നിൽ ഇസ്ലാമി അൽ മർഉ തർക്കിഹി മല യഅനീഹി എന്നാണ് അതിൻ്റെ ആൻസർ. 15ാമത്തെ തഗല്ലു തിജാഹ തബിഅ എന്ന മദ്ഹറത്തുൽ ഇൻസാനി അലമത്തുഹ സിഗ്റുഹു തുരീദ്. അപ്പോൾ ഇത് നമ്മൾ ക്രമത്തിലാകുമ്പോൾ തുഅല്ലു തബിഅത്തുൽ ഇൻസാൻ അന്ന മദ്ഹറ അലമുഹ സിഗ്റുഹു വ തസീദു എന്ന് വരും. അടുത്തത് അൽ ഐൻ റംല് ലാ ഇന്നഹ തദരിക്കുഹ ഹബ്ബത തകാദു. അപ്പോൾ ഇത് ക്രമത്തിലാക്കുമ്പോൾ എങ്ങനെ വരും? അത്തിബറു ഫി അത്തിബറുക മുൽഖൻ ഫിത്തുർബി അമാക്കിനിഹി എന്ന് വരും. 21ാമത്തത് അൽ വുഫൂദു വജീബു വസാദുഹ റബ്ബാഹു ബിദ്ദുമൂഇ തഖ്വ അഖ്ബലത് സഖാഹ. അപ്പോൾ അത് ക്രമത്തിലാക്കുമ്പോൾ അശ്റത്തു അഹ്സാബിൻ വ നിസ്ഫുൽ ഹിസ്ബി വ ഇൻദന എന്ന് വരും. അടുത്തത് അൽ ഹിസ്ബി വ നിസ്ഫു ഇൻദന അഹ്സാബി അശ്റത്തു. അതിൻ്റെ ആൻസർ ഇൻദന അശ്റത്തു അഹ്സാബിൻ വ നിസ്ഫുൽ ഹിസ്ബി എന്ന് വരും. അടുത്ത 23ാമത്തത് തതീബു മവാസിമുക അളുമത്ത് അല്ലത്തി അൽ ഹയാത്തു അഅത്തഹ ബിഹ ലിത്തായിബീൻ. അപ്പോൾ ഇത് ഓർഡറിലാക്കുമ്പോൾ അളമത്തുൽ ഹയാത്ത് അല്ലത്തി അഅത്തുഹ ഫി മവാസിക തയ്യിബി ബിഹ ലിത്തായിബീൻ എന്ന് വരും. അടുത്ത 23ാമത്തെ ചോദ്യം ഹാത്തിൽ അസ്ലത്ത ലിൽവജുബത്തിൽ ആത്തിയ അല ഉഫദ്ദിലു റുസ സബക്കൽ മഷ്വി. ഞാൻ ഗ്രിൽഡ് ഫിഷും അതേപോലെ അരിയുമാണ് ചോറുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം അതിന് ചോദ്യമായിട്ട് നമുക്ക് ചോദിക്കാം മാതാ തുഫദ്ദിലുൽ വജ്വ, ഭക്ഷണത്തിന് നീ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കാം. അടുത്ത 25ാമത്തത് അന മുസാഫിറില്ല തിരുഫാന്തപുരം, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ചോദിക്കാം ഇലാ ഐന തുസാഫിറു, നീ എവിടേക്കാണ് പോകുന്നത്? അടുത്തത് അക്മിൽ ഹിവാറൽ ആത്തി, ശേഷം വന്ന സംഭാഷണം പൂർത്തിയാക്കുക. അൽ ബായിഉ, അപ്പോൾ വിൽപ്പനക്കാരൻ മർഹബൻ അയ്യു ഖിദ്മ, സ്വാഗതം, നിങ്ങൾക്ക് എന്ത് സേവനമാണ് വേണ്ടത്? അൽ മുസ്തരി, വാങ്ങുന്നവൻ പറയുന്നത് ഉരീദു ഖമീസൻ അബിയദ്, എനിക്ക് വെള്ള കുപ്പായം വേണം. അൽ ബായിഉ, അപ്പോൾ ബായി ചോദിക്കും അയ്യു ഖമീസൻ തുഫദ്ദലു, നിങ്ങൾ ഏത് ഖമീസാണ് ഇഷ്ടപ്പെടുന്നത്? മുസ്തരി വാങ്ങുന്നു പറയുന്നു ഫദ്ദലു ഖമീസൻ അബിയദ്, എനിക്ക് വെളുത്ത ഖമീസാണ് ഇഷ്ടപ്പെടുന്നത്. അൽ മുസ്തരി ചോദിക്കും ബിക്കം ഹാദൽ ഖമീസ്, ഈ ഖമീസിന് എത്രയാണ്? അപ്പോൾ ബായിഉ, വിൽക്കുന്നവൻ ഹാദ ബി, നമുക്ക് പറയാം ഹാദ ബി 50,000 രൂപയ, ഇതിന് 5000 രൂപയാണ്. മുസ്തരി പറയും ഹൽ ഇൻദക്കും മലാബിസുൻ നിസാ, നിങ്ങളുടെ അടുക്കൽ പെണ്ണുങ്ങളിലെ വസ്ത്രമുണ്ടോ? അപ്പോൾ ബായ് കച്ചവടം ലൈസ ഇൻദന
മലാബിസ് നിസാ, നമ്മുടെ അടുക്കൽ സ്ത്രീകൾക്കുള്ള ഡ്രസ്സില്ല. ഹൽ തുരീദു ഷൈഅൻ ആഖർ, നിങ്ങൾ വേറെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നു? മുസ്തരി ലാ ഇല്ല, ശുക്രൻ നന്ദി. അപ്പോൾ ബായ അൽ മത്ലൂബു 5000 റൂബിയ, അപ്പോൾ എന്താണ് ആവശ്യം? എന്താണ്? 50,000 രൂപയാണ്. മുസ്തരി പറയും തഫദ്ദൽ ഹാദി 5000 റൂബിയ, തഫദ്ദൽ നിങ്ങൾ വരൂ എന്നാൽ നിങ്ങൾക്ക് 6000 രൂപ. ബായ പറയും ശുക്രൻ നന്ദി. അപ്പോൾ വാങ്ങിയവൻ പറയും മഅസ്സലാമ ഇലൽ ലിഖാ. അടുത്ത ചോദ്യമാണ് ഉക്തുബ ഹിവാറ യജ്രി ബൈനക ബൈന സദിഖിക ഫി വഹ്ദത്തിൽ ഖിതാർ. റെയിൽവേ സ്റ്റേഷനിൽ നീയും നിൻ്റെ കൂട്ടുകാരനുമായി നടക്കുന്ന സംഭാഷണം എഴുതുക. അപ്പോൾ നമുക്ക് ഫി സ്വാലത്തിൽ ഇന്തിളാർ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ, ഒരാൾ പ്രതീക്ഷിക്കുമ്പോഴുള്ള ഹിവാർ തയ്യാറാക്കാം. റാഷിദ് അസ്സലാമു അലൈക്കും സദീഖി സുലൈമാൻ. അസ്സലാമു അലൈക്കും എൻ്റെ കൂട്ടുകാര സുലൈമാനെ. സുലൈമാൻ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇലാ അയ്ന തുസാഫിറു അന്ത യാ റാഷിദ്, നീ എങ്ങോട്ട് പോവുകയാണ് എൻ്റെ റാഷിദെ? എങ്ങോട്ട് പോവുകയാണ് റാഷിദെ? റാഷിദ അന ഉസാഫിറു ഇലാ തിരുവനന്തപുര, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. സുലൈമാൻ ലിമാ തുസാഫിറു തിരുവനന്തപുരം, നീ തിരുവനന്തപുരത്തിലേക്ക് എന്തിനാണ് പോകുന്നത്? റാഷിദ് വന്നു ലഹദൂരി ഫി മുഖാബില, ഞാൻ ഒരു ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ പോവുകയാണ്. സുലൈമാൻ ലൈ മൻസിബ് ഹാദിൽ മുഖാബില, എന്തിനു വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂ? റാഷിദ് മൻസിബ് മദാരിസിൽ ലോകത്തിൽ അറബിയ ഫി മദാരിസ് സാനവിയ, ഹൈസ്കൂളിലെ അറബി ഭാഷാ അധ്യാപകന് വേണ്ടിയിട്ടുള്ള പോസ്റ്റാണ്. സുലൈമാൻ മാഷാ അല്ലാഹ് വഫഖല്ലാഹു വബാറക്കല്ലാഹു ഫി മുഖാബല, അല്ലാഹു തആല നിനക്ക് തൗഫീഖ് നൽകട്ടെ, നിന്നെ അനുഗ്രഹിക്കട്ടെ ഈ ഇൻ്റർവ്യൂവിൽ. റാഷിദ് ശുക്രൻ അസീസി, എൻ്റെ സുഹൃത്തെ നന്ദി. ഇല അയ്ന തുസാഫിറു അന്ത യാ സുലൈമാൻ, നീ എങ്ങോട്ടാണ് യാത്ര പോകുന്നത് സുലൈമാനെ? സുലൈമാൻ അന തുസാഫിറു ഇല കാസർഗോഡ്, ഞാൻ കാസർഗോഡിലേക്ക് പോകുന്നു. റാഷിദ് ലിമാദാ തുസാഫിറു ഇല ഹുനാക, അവിടത്തിലേക്ക് നീ എന്തിനാണ് യാത്ര ചെയ്യുന്നത്? സുലൈമാൻ ബി തൗഫീഖി മിനല്ലാഹ് തമ്മ തഅബീനി കമുദരിസ് ലോകത്തിൽ അറബിയ ഫിൽ മദ്രസ സാനവിയ അൽ ഉലിയ ഫി കാസർഗോഡ്, അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖ് കൊണ്ട് ഞാൻ എൻ്റെ തമ്മ തഅയീനി എന്നെ നിയോഗിച്ചു കമുദരിസ് ലോകത്തിൽ അറബിയ ഫിൽ മദ്രസ സാനവിയ ഫിൽ ഉലിയ ഫി കാസർഗോഡ്, കാസർഗോഡിലെ ഹൈസ്കൂൾ അധ്യാപകൻ, ഉന്നത ഹൈസ്കൂൾ അധ്യാപകനിലെ അറബി ഭാഷ അധ്യാപകനായിട്ട് എന്നെ നിയമിച്ചു. റാഷിദ് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. സുലൈമാൻ മത്താ തർജമിൻ തിരുവനന്തപുരം, നിങ്ങൾ എപ്പോഴാണ് തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങി വരുന്നത്? നഫക്കിറു ഫി ഇജ്തിമാഇ അസ്തിഖാഇന ഫിൽ കുല്ലിയ, ഞാൻ വിചാരിക്കുന്നത് കോളേജിൽ നമ്മുടെ കൂട്ടുകാരുമൊത്ത് ഒന്നിച്ചു ചേരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റാഷിദ ഫിക്റുൻ ജയ്യിദ, നല്ല ആശയം. ഇൻഷാ അല്ലാഹ് അന അഊദു ബഅദ യൗമൈൻ, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് മടങ്ങും. സുലൈമാൻ ഹസൻ ഓക്കെ. ഫൈദൻ നജ്തമഇ ഫിൽ ഉസ്ബുഇൽ ഖാദിം, അപ്പോൾ നമുക്ക് വരുന്ന ആഴ്ച ഒരുമിച്ച് കൂടാം ഇൻഷാ അല്ലാഹ്. റാഷിദ് ഇൻഷാ അല്ലാഹ്. ഹാന വഖത്തുൽ ഖിതാർ, ഇപ്പോൾ ട്രെയിനിൻ്റെ സമയമാണ്. മഅസ്സലാമ, ഗുഡ് ബൈ. സുലൈമാൻ ഇലൽ ലിഖാ, ഗുഡ് ബൈ. അടുത്തത് ഇസ്ലാഹിൻ നുസൂസൽ ആതിയ മഅ ദിക്രി സിയാഖ്, സന്ദർഭം പറയുന്നതോടുകൂടെ ശേഷം വന്ന നസ്സുകൾക്ക് ഉദ്ധരണികളെ വിശദീകരിക്കുക. അടുത്ത 28ാമത്തെ ചോദ്യം ഇസ്റാഹിൻ നുസൂസൽ ആതിയത മഅ ദിക്രി സിയാഖ്, സന്ദർഭം വ്യക്തമാക്കുന്നതോടെ ശേഷം വന്ന ഉദ്ധരണികൾക്ക് വിശദീകരിക്കുക. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില തഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അപ്പോൾ നമുക്കറിയാം ഇതെന്താണ് സാഹചര്യം. ആയത്തുൻ ഖുർആനിയത്തുൻ കരീമത്തുൻ മിൻ സൂറത്തുൽ ഹുജറാത്ത്, ഇത് സൂറത്തുൽ ഹുജറാത്തിലെ എന്താണ് പരിശുദ്ധ വാക്യങ്ങളാണ്. ഇതിൻ്റെ വിശദീകരണം യുഖ്ബിറുന അല്ലാഹു തആല ഫി ഹാദിൽ ആയ, ഈ ആയത്തിലൂടെ അല്ലാഹു തആല അറിയിക്കുന്നത് അന്നൽ ബിശറ ജമീഅൻ മുതസാബൂന ഫിൽ അസ്ലിൽ ഇൻസാൻ, എല്ലാ മനുഷ്യരെന്ന അടിസ്ഥാനത്തിൽ എല്ലാവരും തുല്യരാണ്. വഖദ് ഖുലിഖു മിൻ അബിൻ വാഹിദ്,
തീർച്ചയായും ഒരു മാതാവിൻ്റെയും പിതാവിൽ നിന്നാണ് എല്ലാവരെയും ജനിച്ചത്, സൃഷ്ടിച്ചത്. ആദം, ഉമ്മു വാഹിദ ഹവ്വ. ഒന്ന് ആദം നബി അലൈഹി സ്വലാമാണ്, മറ്റേത് ഹവ്വ ബീവിയാണ്. وتنوعت شعوبتهم وقبائلهم ليسهل التعارف والتواصل بينهم لا للتفاخر والتعالي. വ്യത്യസ്ത ഗ്രൂപ്പുകളും അതേപോലെ കബീലകളും വ്യത്യസ്ത പാർട്ടികളൊക്കെ ആക്കിയത് പരസ്പരം അറിയാനും പരസ്പരം ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പൊങ്ങച്ചം നടിക്കാനോ അതേപോലെ കിബിർ നടിക്കാനോ അല്ല. وقت الآية أن المعيار الحقيقي للتفاضل عند الله عز وجل ليس الجنس أو اللون أو النسب بل هو التقوى. ഈ ആയത്ത് അടിവരയിട്ട് ശക്തിവത്തായി പറയുന്നു, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമാണെന്നുള്ളത് വർഗമല്ല, നിറമല്ല, പിന്നെ കുടുംബമല്ല, പിന്നെയോ അത് തഖ്വയാണ്. അമലു സാലിഹ്, നല്ല സൽക്കർമ്മങ്ങളും തഖ്വയുമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലുത്. 29-ാമത്തെ ഇന്നല്ലാഹു തആല ത്വയ്യിബൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ. അള്ളാഹു തആല പരിശുദ്ധവാനാണ്, പരിശുദ്ധി ഉള്ളതിനെ അല്ലാതെ അവൻ സ്വീകരിക്കുകയില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഹദീസ് നബവി ഷരീഫ്. ഇതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. അശ്ശറഹു, ഇനി വിശദീകരണമാണ് പറയുന്നത്. യുളഹു ഹാദൽ ഹദീസ് അന്നല്ലാഹു സുബ്ഹാനഹു വതആല മുനസ്സഹുൻ അൻ കുല്ലി നഖ്സിൻ വഅയ്ബിൻ. ഈ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ന്യൂനതകളിൽ നിന്നും എല്ലാ ഐബിൽ നിന്നും അല്ലാഹു തആല പരിശുദ്ധനാണ്. ഫഹുവ ത്വയ്യിബുൻ ഫഹുവ ലാ യഖ്ബലു മിനൽ അഅമാലി വൽ അഖ്വാലി വൽ അംവാലി ഇല്ലാ മാ കാന ത്വാഹിറൻ. അല്ലാഹു തആല വാക്കുകളിൽ നിന്ന്, പ്രവൃത്തികളിൽ നിന്ന്, സമ്പത്തുകളിൽ നിന്ന് ശുദ്ധിയുള്ളതിനെ അല്ലാതെ സ്വീകരിക്കുകയില്ല. അള്ളാഹുവിന് വേണ്ടിയിട്ട് മാത്രമുള്ളതായിരിക്കണം. വനാബിഅ മിൻ മാലി ഹലാലി ത്വയ്യിബിൻ, അത് ഹലാലായ ത്വയ്യിബായ സമ്പത്തിൽ നിന്ന് ഉണ്ടായതായിരിക്കണം. 30-ാമത്തെ ചോദ്യം. ലാ തജ്സഅ യാ ഫുൽദത്തു കബദി ഫതബിഅതു അല്ലദി ഇബ്തസത്ത ഫി റബീഇ വദഹിഖ്തു ഫി സൈഫി وتأوهت في الخريف تريد أن تبكيني الآن ومن دموعها الباردة تسقي الحياة الرابضة تحت أطباق الثرى. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിരാശപ്പെടുന്നത് കാരണം വസന്തകാലത്ത് പുഞ്ചിരിച്ച, വേനൽക്കാലത്ത് ചിരിച്ചു, ശരത്കാലത്ത് നെടുവേർപ്പെട്ട പ്രകൃതി ഇപ്പോൾ എന്നെ കരയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ തണുത്ത കണ്ണീരിൽ നിന്ന് അത് ഭൂമിയുടെ പാളികൾക്ക് കീഴിൽ ഉറങ്ങുന്ന ജീവിതത്തെ നനയിക്കുന്നു. ആൻസർ അസിയാഖു നസ് അദബി യുഅബ്ബിറു അൻ അംരി തബിഅത്തി വമാസിമിഹ. സന്ദർഭം, പ്രകൃതിയെയും അതിൻ്റെ ഋതുക്കളെയും കുറിച്ചുള്ള ധ്യാനം പ്രകടിപ്പിക്കുന്ന ഒരു സാഹിത്യ ഗ്രന്ഥം. ഈ വിശദീകരണം. يسبح المتكلم الطبيعة بالإنسان الذي يمر بمختلف المشاعر والفصول بابتساماتها في الربيع وصيفها يعبران عن الحياة والبهجة بين خريفها وشتاؤها يعبران عن الحزن والدموع المطر وهي دورة حياة طبيعة تسقى الأرض تسعد لبعث الحياة من جديد. അപ്പോൾ വിശദീകരണം. വ്യത്യസ്ത വികാരങ്ങൾ ഋതുക്കൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യനോട് പ്രഭാഷകൻ പ്രകൃതി ഉപമിക്കുന്നു. വസന്തകാലത്തും വേനൽക്കാലത്തും ഇതിൻ്റെ പുഞ്ചിരി ജീവിതത്തെയും സന്തോഷത്തെയും പ്രതിനിധീകരിക്കുന്നു. അതേസമയം ഇതിൻ്റെ ശരത്കാലവും ശീതകാലവും ദുഃഖത്തെയും കണ്ണീരിനെയും മഴ പ്രതിനിധീകരിക്കുന്നു. ഇത് ഭൂമിയെ നനയ്ക്കുന്ന ജീവിതത്തിൻ്റെ പുനർജന്മത്തിനായി ഒരുക്കുന്ന ഒരു സ്വാഭാവിക ജീവിതചക്രമാണ്. 31-ാമത്തേത്. യുഹിബ്ബു അഹദുക്കും യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു വത്തഖു